മാക്രോൺസ്. മാക്രോൺസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ശരിക്കും അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് മാക്രോൺസ് ഉണ്ടാക്കാം. എന്തൊക്കെയാണ് ആ കുറച്ച് കാര്യങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും ചെയ്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോൺസ് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മാക്രോൺസ് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പാത്രങ്ങൾ, നോസിൽ, ടൂൾസ് എല്ലാം ഒരു പുതിയ സ്ക്രബ് തന്നെ ഉപയോഗിച്ച് കഴുകുക. കാരണം മാക്രോൺസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പൊടി മോയ്സ്ചർ ഉണ്ടാവരുത്. അപ്പം നന്നായിട്ട് ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവണം നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും. അതേപോലെ തന്നെ പുതിയ സ്ക്രബ് എടുക്കാൻ പറഞ്ഞത് നമുക്ക് ഒരു തുള്ളി പോലും ഫാറ്റും ഇതിലുണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് അടുത്തത് ഓവൻ്റെ ടെമ്പറേച്ചറാണ് ഇമ്പോർട്ടൻറ്റ്. പല ഓവനും നമ്മുടെ വെളിയിൽ കാണിക്കുന്ന ആ ടെമ്പറേച്ചർ അല്ല ശരിക്കും അകത്തുണ്ടാവുക. കേക്ക്സിന് ഇത് ഭയങ്കര പ്രശ്നമില്ല, പക്ഷേ മാക്രോൺസിന് ടെമ്പറേച്ചർ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു ഓവൻ തെർമോമീറ്റർ മസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ പാത്രങ്ങൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതേപോലെ നല്ല മോയ്സ്ചർ ഫ്രീ ആയിട്ടുണ്ടാവും. ചില പാത്രങ്ങളിൽ പക്ഷേ ഇതുപോലെ തുള്ളികൾ വല്ലതും ഉണ്ടാവും. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ച് തുടയ്ക്കുക. അത് മാത്രം പോരാ കേട്ടോ, നമുക്ക് വിനാഗിരി എടുത്ത് ഒരു കോട്ടനുമായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യുക. കുറച്ച് മതി. എന്നിട്ട് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന പാത്രങ്ങളിലും ടൂൾസിലും ഇത് വെച്ച് ഒന്ന് റബ്ബ് ചെയ്താൽ 100% ആയിട്ട് നമ്മുടെ മോയ്സ്ചറിനെ എല്ലാം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് ഒന്നും മിസ് ചെയ്യരുത്. ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇവിടെ നിന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് അബദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് നമുക്ക് വേണ്ട ആൽമണ്ട് ഫ്ലോർ ആണ്. ഇത് ആൽമണ്ട്സ് നമുക്ക് പൊടിച്ചെടുത്താലും മതി. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, വെറുതെ അങ്ങോട്ട് പൊടിച്ച് ഒന്ന് അരിച്ചെടുത്താൽ മതി. അതിനില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കടയിൽ മേടിക്കാൻ കിട്ടും. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ കട്ടകളും തരിതരി പോലെയൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ളത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം കേട്ടോ. കട്ടകൾ കൂടാതെ പ്രശ്നം കുറച്ചൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 70 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് ഇത് വെക്കുക. അപ്പം നമുക്ക് കുറച്ചൊന്ന് ചൂടായിട്ട് കിട്ടും. ഇതിൻ്റെ കളർ മാറരുത് കേട്ടോ. പിന്നെ നമുക്ക് ഐസിങ് ഷുഗർ ആണ് വേണ്ടത്. അത് ചെറിയൊരു പാക്ക് മേടിച്ചാൽ മതി. മാക്രോൺസ് ഉണ്ടാക്കാൻ വെയിങ് സ്കെയിൽ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് മതി. ഈ ഒരു 1/4 കപ്പാണ് കേട്ടോ നമുക്ക് മാക്രോൺസ് ഉണ്ടാക്കാൻ വേണ്ട. ഫ്ലോർ ആയാലും ഓയിൽ ആയാലും ബട്ടർ ആയാലും ഒക്കെ ഈ ഗ്രാം അളവിൽ നമ്മൾ കപ്പിൽ മെഷർ ചെയ്യുമ്പം എല്ലാം ഡിഫറെൻറ്റാണ്. കാരണം അതിൻ്റെ വോളിയം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ നമ്മൾ 62 grams ഓഫ് ആൽമണ്ട് ഫ്ലോർ ആണ് വേണ്ടത്. അപ്പോൾ ഒരു 1/4 കപ്പ് 31 grams ആണ്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം 1/4 കപ്പിൽ ആൽമണ്ട് ഫ്ലോർ ഈ അരിപ്പയിലേക്ക് ഇടുക. പിന്നെ ഐസിങ് ഷുഗറും അതേ അളവ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഐസിങ് ഷുഗർ എടുക്കുമ്പോൾ ഒന്ന് ടാപ്പോടെ ചെയ്തോളൂ, കട്ടയൊക്കെ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ 2 പ്രാവശ്യം 1/4 കപ്പിൽ 62 grams ഓഫ് ഐസിങ് ഷുഗറും കൂടെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ ഒന്ന് പൾസ് ചെയ്ത് ജസ്റ്റ് 3 പ്രാവശ്യം പൾസ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കാണെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ അടച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ്. നമുക്ക് 2 മുട്ടയുടെ എഗ് വൈറ്റ് ആണ് വേണ്ടത്. മുട്ട പൊട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു തുള്ളി എഗ് യോക്ക് പോലും ഇതിനകത്തേക്ക് വീഴരുത്. കാരണം എഗ് യോക്ക് ഫാറ്റാണ്. നമ്മുടെ ആൽമണ്ട്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഫാറ്റ് അല്ലാതെ ഈ ഒരു റെസിപ്പിയിൽ മറ്റൊരു ഫാറ്റ് കണ്ടൻറ്റും ഉണ്ടാവാൻ പാടില്ല. അഥവാ എഗ് യോക്ക് വീണു വെച്ചാൽ നമ്മൾ ആ പാത്രവും മാറ്റുക, മുട്ടയും മാറ്റുക, പുതിയൊരു മുട്ട എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എഗ് യോക്ക് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഓംലെറ്റ് അടിക്കാം. അപ്പോൾ 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. എഗെയിൻ ഇതിൻ്റെ അളവും ഏകദേശം വരുന്നത് ഒരു 46 grams ആണ് കേട്ടോ. ഒരു എഗ് വൈറ്റ് 23 grams ആണ്. ലോ സ്പീഡിൽ ഒരു 2 minutes ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഒന്ന് ഫോമി ടെക്സ്ചർ ആവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. നമ്മുടെ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മതി കേട്ടോ. അതും 1/4 കപ്പിൽ 2 പ്രാവശ്യം സെയിം ആണ് 62 grams തന്നെ ഇട്ടിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഒരു 3 minutes നന്നായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ബീറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് സ്പാച്ചിൽ വെച്ച് ഇതേപോലെ സൈഡൊക്കെ സ്ക്രേപ്പ് ചെയ്ത് അതിലേക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഒന്നുകൂടെ ഇതേപോലെ ഒരു 5 minutes മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തു. പിന്നെ ഒരു 3 minutes ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിഫ് പീക്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് പറയുന്നതാണ് മൊറാങ്ക് എന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ക്യാൻഡി ഉണ്ടാക്കുന്ന മിക്സാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും ലിക്വിഡ് കളർ എടുക്കരുത്. നമ്മളെപ്പോഴും ജെൽ ബേസ്ഡ് കളർ അല്ലെങ്കിൽ പൗഡേഴ്സ് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് കളറാണ് ഇടുന്നത്. നമ്മളിടുന്ന അതേ കളർ തന്നെ ഇതിന് വരില്ല, ഒരു ലൈറ്റർ ഷെയ്ഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര കളർ വേണോ അത്രയും ഡ്രോപ്സ് ഇടാം കേട്ടോ. ഒരുപാട് ഫുഡ് കളർ വേണ്ട. ഫുഡ് കളർ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു ഡൾ വൈറ്റ് മാക്രോൺസ് കിട്ടും. അതും നല്ല കളർ തന്നെയാണ്. ഇവിടെ നമ്മൾ മിക്സിംഗ്
സ്പാച്ചിലിംഗ് രീതി ശ്രദ്ധിക്കണം. എപ്പോഴും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് മാത്രമേ ചെയ്യാവൂ. അത് സ്പാച്ചിൽ ഇങ്ങനെ ചുറ്റിച്ച് നടുക്കിലേക്കാക്കുക. ഇതിനെയാണ് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്നത്. ഒരു 3 ടൈംസ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം പകുതി ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ശേഷം നമുക്ക് ഒരു 5 ടൈംസ് ഇത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാം. 5 to 6 ടൈംസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഓവർ മിക്സിങ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുന്ന ടൈംസ് കൗണ്ട് ചെയ്യുന്നത്. മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 5 പ്രാവശ്യം കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് ശ്രദ്ധിച്ച് നമുക്കൊരു 20 പ്രാവശ്യം കൂടെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാം. 30ാമത്തെ കട്ട് ആൻഡ് ഫോൾഡ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ, ഇടയ്ക്കൊന്ന് മുറിഞ്ഞു പോവുകയാണെങ്കിൽ ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇതേപോലെ ചെയ്യുക. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം. എന്നിട്ട് ഒരു 8 വരയ്ക്കാൻ നോക്കുക. കണ്ടോ, വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഇത് മിക്സ് ആയിട്ടില്ല. നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്നത് ഒരു 50 ടൈംസ് കട്ട് ആൻഡ് ഫോൾഡ് ആണ്. ഞാൻ എൻ്റെ 50th കട്ട് ആൻഡ് ഫോൾഡ് കഴിഞ്ഞ് 8 ഫിഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരു 8 വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഡ്രോപ്പ് ആവാതെ നമുക്കൊരു 8 വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു സ്റ്റേജിന് പറയുന്നതാണ് മാക്രോണേജ് സ്റ്റേജ് എന്ന്. നേരത്തെ കാണിച്ച നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ എയർ ഫുള്ള് കളയണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഡ്രോപ്പ് എയർ പോലും ഇതിനകത്ത് ഉണ്ടാവാത്ത രീതിയിൽ ആക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു മാക്രോൺ ഷീറ്റ്, സിലിക്കണിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ ആയാലും മതി കേട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് മാക്രോൺസ് പൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത എയർ ബബിളൊക്കെ പോവും. എന്നാലും ചില എയർ ബബിൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് പോക്ക് ചെയ്യുക. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ബേക്കായി വരുമ്പോൾ അതിങ്ങനെ നമുക്കിതിൽ കാണാൻ പറ്റും. നമ്മളിന്ന് ചെയ്യുന്നത് നോൺ റെസ്റ്റിംഗ് മെത്തേഡാണ്. ഓവൻ ഷവർ മെത്തേഡ് എന്ന് ഇതിന് പറയും. ഇത് നമ്മൾ തൊടുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഒരു ബാറ്റർ കിട്ടും. നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 2 മിനിറ്റ്സ് നമ്മളിത് ഓവൻ കുറച്ച് തുറന്ന് വെച്ചിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ നല്ലൊരു ഫിലിം കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മാക്രോൺസ് ഇനി ബേക്ക് ചെയ്യാൻ റെഡി ആണെന്നാണ്. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 130 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് നമ്മുടെ മാക്രോൺസ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് ഏത് വെതർ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോൺസ് തന്നെ കിട്ടും. അതേപോലെ റെസ്റ്റിംഗ് മെത്തേഡ് ചെയ്യുമ്പോഴുള്ള ഒരുപാട് ടെൻഷനും പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല. കുറച്ച് നേരം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മളിത് തൊടുമ്പോൾ സ്റ്റിക്കായിട്ടിരിക്കുന്ന ഒരു പരുവാകുമ്പോൾ ഇത് റെഡി ആണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് മാക്രോൺസിൻ്റെ ഷീറ്റിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് പിടിച്ച് നമുക്ക് വലിച്ച് പയ്യെ ഡ്രിപ്പ് ചെയ്ത് വേണം ഇതിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫീറ്റൊക്കെ വെച്ചിട്ടുള്ള മാക്രോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ്, ഒരു 1/4 കപ്പിൻ്റെ പകുതിയിലെടുക്കുക. മിൽക്കി ബാർ 2 വലുതും 2 ചെറുതും ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഗ്രാം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങളുടെ വാൻ ഹൂട്ടൻ്റെ ഏതെങ്കിലും പ്രീമിയം വൈറ്റ് ചോക്ലേറ്റ് ആയാലും അത് ഇഷ്ടമുള്ള ഫില്ലിംഗ് എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റിക്കി ഗനാഷ് കിട്ടും. നമ്മുടെ സാധാരണ കേക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന ഗനാഷ് അല്ല, ഇതിന് നല്ല തിക്കായിട്ടുണ്ടാവണം. അതായത് 3:1 റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ 1/3 ഫ്രഷ് ക്രീം മാത്രം മതി. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതേപോലൊരു കുഞ്ഞി നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്റ്റിക്കി ആയിരിക്കും, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാക്രോൺസ് പൈപ്പ് ചെയ്യാം. ഒരു ഷെല്ലിങ് എടുത്ത് ഇതേപോലെ കുറച്ച് ഫില്ലിങ് ആക്കിയതിന് ശേഷം നമ്മൾ മറ്റേ ഷെല്ലും കൂടെ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് അടിപൊളി മാക്രോൺസ് റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാം, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്യാം കേട്ടോ. ബേസിക് ആയിട്ട് മാക്രോൺസ് ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ടിപ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഇത് സൂക്ഷിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.